UDFിൻ്റെ പ്രകടന പത്രിക തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ബെന്നി ബെഹനാൻ തുടങ്ങിയ നേതാക്കൾ ചേർന്ന് പ്രകാശിപ്പിച്ചിരിക്കുകയാണ്. അതിനകത്ത് വിശദാംശങ്ങൾ അല്പസമയത്തിനകം അറിയാം. ഇപ്പോൾ VD സതീശൻ സംസാരിക്കുകയും ചെയ്യും. അപ്പുറത്ത് കോഴിക്കോട് LDFിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കുകയാണ്. അവിടെ ടി പി രാമകൃഷ്ണൻ സംസാരിക്കുകയാണ്. അതിനുശേഷം അവരുടെ പ്രകാശ ചടങ്ങിലേക്ക് പോകും. അവിടെ മുഖ്യമന്ത്രി സംസാരിക്കുന്ന സമയത്തേക്ക് അങ്ങോട്ടേക്ക് മാറാം. ഇപ്പോൾ ഇവിടെ UDFിൻ്റെ പ്രകടന പത്രിക ഇതാ പ്രകാശനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. UDFിൻ്റെ ഇതാ LDFിൻ്റെ പ്രകടന പത്രിക അപ്പുറത്ത്. ഒരേ സമയത്താണ് ഇരുവരും പ്രകടന പത്രിക പുറത്തിറക്കുന്നത് എന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി സ്വിച്ച് ചെയ്യുകയാണ്. ഇതിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ LDFിൻ്റെ പ്രകടന പത്രിക ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇത് പ്രകാശനം ചെയ്യുകയാണ്. കോഴിക്കോട് മുഖ്യമന്ത്രി മുന്നണി കൺവീനർക്ക് നൽകിയാണ് ഇവിടെ പ്രകാശനം. വളരെ ഗൗരവത്തോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ പ്രകടന പത്രിക എല്ലായ്പ്പോഴും കാണാറും പുറം ലോകത്തോട് അതേ സംബന്ധിച്ച് പറയാറും. അതുകൊണ്ട് എന്തൊക്കെയാണ് ഈ മൂന്നാം ടേമിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പാക്കുക എന്നതാണ് അതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം. വാഗ്ദാനങ്ങൾ എന്തെല്ലാമാണ് എന്നതാണ് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയെ സംബന്ധിച്ച് അറിയാനുള്ളത്. ആ അധികാരത്തിൽ മൂന്നാമതും വരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ പ്രഖ്യാപിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 2 ടേമിലുമായിട്ട് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ് കൂടുതലായിട്ടും അവർ നടപ്പാക്കിയിട്ടുള്ളത് എന്നതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും വളരെ വലിയ പദ്ധതികളോ അല്ലെങ്കിൽ തീരെ സാധാരണക്കാരായ ആളുകളെ ലക്ഷ്യം വെച്ചുള്ള ആനുകൂല്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് വേദിയിലേക്കും പ്രതിഫലിക്കും. എനിക്ക് തോന്നുന്നു മറ്റു ദൃശ്യങ്ങൾ കൂടെ കാണേണ്ടതുണ്ട്. ഈ UDFിൻ്റെ പ്രകടന പത്രികയുടെ ദൃശ്യങ്ങൾ കൂടെ നേരത്തെ ഉള്ളതുപോലെ 2 ബോക്സുകളായി കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെ അതുകൂടെ ആളുകൾക്ക് കാണേണ്ടതുണ്ട്.